ശമ, ഈ പോക്സോ കേസുകളുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ അതിഭീകരമായിട്ട് കൂടി വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ പോക്സോ കേസുകളെ കുറിച്ച് പറയുമ്പോൾ ഈ പോക്സോ കേസുകൾ, ഈ വകുപ്പ് തന്നെ, ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട്, ഈ വകുപ്പ് തന്നെ ഭീകരമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ആക്ഷേപം, ആരോപണം അതിഭീകരമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് പല ആൾക്കാർക്കെതിരെയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ നടനെതിരെ ഒരു പോക്സോ കേസ് വരുന്നു. അതേസമയം ആ പോക്സോ കേസ് വ്യാജമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഞാൻ കാണുന്നുണ്ട്. പല ആൾക്കാരും ഇതിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ സൈഡിലാണ്. അത് കൊടുത്തതാരാന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആ വ്യാജ പോക്സോ കേസാണെന്ന് പറയുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ ഒളിവിലാണ്. ഈ ഒളിവിലാണെന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ഒറ്റയടിക്ക് റിമാൻഡിലോട്ട് പോകും പോക്സോ കേസ് എടുക്കുന്ന ആൾ. അപ്പോൾ പോലീസിന് ഒരു ബോധ്യം കാണുമല്ലോ ഈ കേസ് കെട്ടിച്ചമച്ചതാണോ ഇല്ലേന്ന്. പോലീസ് ഇയാളോട് ഒളിവിൽ പൊക്കോളാൻ പറയും. എന്നിട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് പിടിക്കാൻ പറ്റിയില്ല, അയാൾ ഒളിവിൽ പോയി എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ പോക്സോ കേസ് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് പറയാനായിട്ടുള്ള കാരണം, പിന്നെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സംഭവം തന്നെയാണ്. അതായത് ഈ അച്ഛനും അമ്മയും മക്കളുടെ ഈ പ്രണയമൊക്കെ ഒതുക്കാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കേസാണ് പോക്സോ കേസ് എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി മൈനർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രണയം എപ്പോഴായിരുന്നാലും ഒരു പെൺകുട്ടിക്ക് മുട്ടിടാം. അങ്ങനെ പ്രണയം ഉണ്ടാകുമ്പോൾ ഈ പ്രണയിക്കുന്ന ചെറുപ്പക്കാരനെതിരെ ഒരു പോക്സോ, വെറുതെ ഒരു പോക്സോ അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതും പല ആൾക്കാർക്കും അറിയാം. പിന്നെ പോലീസുകാരറിയാമല്ലോ, ഈ പോലീസുകാർ ആ വിഷയത്തിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. പോലീസ് ആ പോക്സോ സ്വീകരിക്കും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2016 2131 കേസ് ആയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ 2180 അല്ലേ ഈ വർഷം. ഇത്രയും മാസമായതോളം ഇത്രയും കേസുകൾ ജൂൺ വരെ പെരുകുന്നു. എന്താണ് ഈ പോക്സോ കേസിൻ്റെ ഇത്രയും കേസുകളാവാനുള്ള കാര്യം? എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഈ പോക്സോ കേസുകൾ എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ടുള്ള കേസുകളല്ല, മറിച്ച് കെട്ടിച്ചമയ്ക്കപ്പെടുന്ന കേസുകൾ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്? അത് വളരെ വലിയൊരു സാമൂഹിക ദ്രോഹമായി ഇതിനെടുത്ത് ഉപയോഗിക്കുന്നത് മാറുന്നുണ്ട്. പല ചെറുപ്പക്കാരുടെയും ജീവിതം നശിപ്പിച്ച് കളയുന്നുണ്ട് ഇത്തരം കേസുകൾ, വ്യാജ കേസുകൾ. ധനുഷ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കുള്ള കേസുകളല്ല, മറിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾ ഒരുപാട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ കൂജ എന്നാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെ അദ്ദേഹത്തെ കൂജ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് കസബ സ്റ്റേഷനിലാണ് അതിൻ്റെ FIR ഇട്ടിരിക്കുന്നത്. ആ കേസിൽ അദ്ദേഹം ഇത്രയും കാലമായി ഒളിവിൽ നിൽക്കുകയാണ്. അതും അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുട്ടി, അതും 3 വയസ്സുകാരി. ആ കേസ് വ്യാജമാണ് എന്നുള്ളത് പോലീസിന് നന്നായിട്ട് അറിയാം. പോലീസിന് നന്നായിട്ട് കുടുംബ പ്രശ്നമാണ്. കുടുംബ വഴക്കെടുത്ത് ഈ രീതിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തല്ലോ, മറ്റേ എറണാകുളത്ത് 2 കുട്ടികൾ സഹോദരിയുടെ പ്രണയം കണ്ടുപിടിച്ചതിന് സഹോദരന്മാർ 63 ദിവസം ജയിലിൽ പോയി കിടന്നു. അങ്ങനെ വ്യാപകമായി കേസുകൾ വരുന്നുണ്ട്. ഇത് 2016 കണക്കെടുക്കുകയാണെങ്കിൽ 2016 2131 കേസ്, 2023 കഴിഞ്ഞ വർഷം 4641 കേസ്. അത് ഇരട്ടിയിലധികം കയറി വന്നു കേസുകൾ. അതുപോലെ ഈ വർഷം ജാനുവരി ടു ജൂൺ വരെ 2180. ഇനി ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി പോകും. കാര്യം വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. 2021 3516, 2022 4518, അതാണ് 2023 4641 ആവുകയും ഈ വർഷം പകുതി വരെ 2180 ആവുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്ര കേസുകൾ ജെനുവിനാണ് എന്നുള്ളത് വലിയ സംശയം. നമ്മൾ പല കേസുകളും കാണുമ്പോൾ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. ഞാൻ മുൻപ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ ജയിലിലടച്ചു. പോക്സോ പ്രകാരം ജയിലിലടച്ചു. പിന്നീട് കുറേ കാലത്തിന് ശേഷം അന്ന് നമ്മൾ അത് ഇങ്ങനെ ജയിലടച്ചു FIR ഇട്ട് നമ്മളൊരു വാർത്ത കൊടുത്തു, അത് അവസാനിപ്പിച്ചു. അന്നേ അതൊരു തട്ടിപ്പ് കേസാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് ദീർഘകാലത്തിന് ശേഷം ഞാൻ ഇവരെ കാണുമ്പോൾ ഈ കുട്ടി വിവാഹം കഴിച്ച്, ഇയാളെ തന്നെ വിവാഹം കഴിച്ച് ഇയാളുടെ കൂടെ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഞാൻ ഇവരെ കണ്ടു. അതായത് വീട്ടുകാർ ഈ ചെറുപ്പക്കാരോട് പക തീർത്തതാണ്. അതായത് ധനുഷ് പറഞ്ഞ മകൾക്ക് കാമുകരുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവനെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇതെടുത്ത് വെച്ച് അലക്കി കൊടുത്തു. ആ കുട്ടി എന്തെന്ന് വെച്ചാൽ കോടതിയിൽ ചെന്ന് മൊഴി മാറ്റി പറഞ്ഞു. ഈ പോക്സോ കേസുകളിലൊക്കെ ഉണ്ടാകുന്ന പോക്സോ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ, പോക്സോ കോടതി എന്ന് വെച്ചാൽ പ്രത്യേക കോടതിയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ്. ഇത് പ്രത്യേക കോടതിയാണ്. ഈ പ്രത്യേക കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, അവിടെ ഈ പറയുന്ന ഇര എന്ന് പറയുന്നവർ ഒരു ഭാഗത്ത് മൊഴി മാറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾ ഈ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയി.
ചാടിപ്പോയി അവർ ഒരു ബീച്ചിൽ വെച്ച് 2 യുവാക്കളെ പരിചയപ്പെട്ടു. ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് ഈ സംരക്ഷണ ഹോമിൽ അവർക്ക് താല്പര്യമില്ല, അവിടെ ജീവിക്കാൻ അവർക്ക് താല്പര്യം, അവർക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം, പിന്നെ പക്വതയില്ലാത്ത പ്രായവുമാണ്. അവർക്ക് അവിടെ മടുത്തപ്പോൾ അവർ ചാടിപ്പോയി ചെന്ന് പരിചയപ്പെട്ടത് ബീച്ചിൽ നിന്ന 2 ചെറുപ്പക്കാരെ. ആ ചെറുപ്പക്കാർ ഈ കുട്ടികൾക്ക് പിന്നെ സഹായം ചെയ്തു കൊടുത്തു, ഭക്ഷണം വാങ്ങി നൽകുകയൊക്കെ ചെയ്തു. പോക്സോ എടുത്തു. ഈ കുട്ടികൾ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ, പോലീസ് സ്റ്റേഷനിൽ കടന്ന് ഉറക്കെ വിളിച്ചു പറയണം, ഞങ്ങൾ അവരൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് കുട്ടികൾ വിളിച്ച് ചോദിക്കുകയാണ്. മറ്റേ 2 ചെറുപ്പക്കാരും എത്ര കാലം ജയിലിൽ കിടന്നു, ഏതാണ്ട് 10-90 ദിവസം ആ 2 ചെറുപ്പക്കാർ. ഒന്നുമില്ല, 2 പെൺകുട്ടികൾ വന്നു, അവരെ പരിചയപ്പെടുന്നു, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു. ഇത് പോലീസിന് കലി. അവർ വ്യാപകമായി അന്വേഷിക്കുകയാണ് ഈ 2 കുട്ടികളെ. അപ്പോൾ ഇവരെ മാറ്റി നിർത്തിയത് ഇവർ ചെറുപ്പക്കാരുടെ സംരക്ഷണത്തിലാണ് നിന്നത് എന്നുള്ള സാധനം വെച്ചിട്ട് അത് പോലീസിന് നടപടിയൊന്നും പിന്നീട് വന്നില്ല. ഇല്ല, അവർ ഈ ചെറുപ്പക്കാരെ FIR പിന്നെ പോക്സോ എടുത്തിട്ട് ജയിലിൽ വിട്ടു. അങ്ങനെ ഒരു ഭാഗത്ത് അവർ അങ്ങനെ കേസ് വ്യാജമാണെന്ന് തെളിയിക്കുമ്പോൾ പോലീസിന് നടപടിയൊന്നും ഒന്നും വരത്തില്ല. ചിലപ്പോൾ ഒരു താക്കീത് വരും. അത് ഈ ഉദ്യോഗസ്ഥൻ പോലും ആയിരിക്കും. ഈ ഉദ്യോഗസ്ഥനെ പോലും വാക്കാലൊരു താക്കീത് കൊടുത്താൽ പോലും ഉദ്യോഗസ്ഥൻ കോടതിയിലുണ്ടെന്ന് ആരറിയും? ആര് കാണുന്നു? ഇത് പുറത്തേക്ക് ആര് അറിയിക്കുന്നു? ഇപ്പോൾ 2 ചെറുപ്പക്കാരുടെ കാര്യം നമ്മളത് പറഞ്ഞപ്പോഴാണ് പലരും 2 ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചെന്ന്, അതായത് സഹോദരിയുടെ പ്രണയം പിടിച്ചതിന് വന്നത്. നമ്മൾ ഈ ജെനുവിൻ കേസുകളല്ല പറയുന്നത്, ജെനുവിൻ കേസുകളുണ്ട്. ജെനുവിൻ കേസുകളിൽ പ്രതികളാകുന്നത് കൂടുതലും ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ, പിന്നെ കുട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ബന്ധുക്കൾ, ഇങ്ങനെയുള്ളവരാണ് ഈ ജെനുവിൻ കേസുകളിൽ വന്ന് പറയുന്നത്. ഇതിനകത്ത് കൂടുതലായി ഉൾപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ളവർക്ക് ഒന്നാമത്തെ കാര്യം, കുട്ടിയുമായി അടുത്ത് ഇടപഴകാൻ സാഹചര്യം ഉണ്ടാകുന്ന ഏതൊരു വ്യക്തിയോടും കുട്ടി അടുക്കും. അത് ഒരു പ്രത്യേകതയാണ് കുട്ടികളുടെ. പിന്നെ കുട്ടികളോട് സ്നേഹം കാണിക്കുകയും അവരോട് അടുപ്പം കാണിക്കുകയും അവരുടെ അടുത്തിരിക്കുകയും അവരോട് അടുത്ത് ഇടപഴകുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടി ഈ പറയുന്ന വ്യക്തിക്ക് അനുസരിച്ച് പിന്നെ എല്ലാത്തിനും തയ്യാറാകും. അങ്ങനെയാണ് പലപ്പോഴും ഈ പോക്സോ കേസുകൾ, ജെന്യുവൻ ആയിട്ടുള്ള പോക്സോ കേസുകൾ ഉണ്ടാകുന്നത്. മറ്റൊരു വശത്ത് ഇതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, സൈബർ കേസും വലിയ തോതിൽ കൂടുകയാണ്. 2016 283 സൈബർ കേസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2016 2023 കഴിഞ്ഞ വർഷം എത്രയാണെന്ന് അറിയാം? 3155 കേസ്. ഈ 3155 കേസിൽ 20% ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ് കേസാണ്. അതായത് നമ്മൾ ഈ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന കഥയാണ്. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പടം വെച്ച്, ഇമേജ് വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് നിരന്തരം ചാറ്റ് ചെയ്യും. പിന്നീട് ഈ പറയുന്നത് പോലെ ഈ സെക്സ് ചാറ്റ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. വീഡിയോ കോളിൽ വിളിച്ച് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണിക്കുകയും നമ്മളോട് ആ രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും. ഇതിനുശേഷം ഇവർ എന്ത് ചെയ്യുന്നു? ഇവരിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന നമ്മളെ കാണുകയും നമ്മളിത് കാണുന്നത് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മളോട് പറയും ഇതുപോലെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്ത ശേഷം ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ഇത് വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തും. വിളിച്ചിട്ട് പറയും ഇത്ര രൂപ തന്നില്ലെങ്കിൽ ഈ സെക്സ് ചാറ്റ് വീഡിയോ പുറത്തു വിടുമെന്ന്. അതും വേണ്ട. ഇതിൽ വേറൊരു ചതിയുള്ള എന്താ അറിയോ, നമുക്ക് ഇപ്പോൾ വാട്സപ്പിൽ കോള് വരും, നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, നമ്മുടെ മുഖം കണ്ടാൽ മതി. അപ്പുറത്തൊരു തുണിയില്ലാത്തൊരു ചിത്രമായിരിക്കും, ആ മുഖം കണ്ടാൽ മതി. ഇത് എടുത്തിട്ട് ഭീഷണി സംഭവം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇത് ഇവിടെ ഒരു യുവാവിൻ്റെ പിന്നെ വിവാഹം മുടങ്ങിപ്പോയി. ഒരു യുവാവ് വിവാഹമെല്ലാം ഉറപ്പിച്ചിരിക്കവേ ഇദ്ദേഹം ഇങ്ങനെ ഒരു അമളിയിൽ ചെന്ന് ചാടിക്കൊടുത്തു. ഇത് വ്യാപകമായി ഇദ്ദേഹം പൈസ കൊടുക്കാതായപ്പോഴത്തേക്ക് വ്യാപകമായി ഇത് അയച്ചു കൊടുത്തു. ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ടെന്നേ ഇവിടെ ഇവരുടെ ഈ ഭീഷണി കാരണം ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ 20% കേസ് ഈ പറയുന്ന പോലെ ഹണി ട്രാപ്പാണ്. പിന്നെ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് കേസ്, സൈബർ കേസുകളിൽ. പിന്നെ ഉള്ളത് ഈ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ, ജോലി വാഗ്ദാനം ചെയ്ത് പൈസ മേടിക്കുന്ന തട്ടിപ്പുകൾ. അപ്പോൾ ഈ 2 വിഭാഗത്തിലെ കേസുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ പോക്സോ ഒരു കാരണവശാലും മറ്റെന്ത് കേസുകളും എടുത്ത് ഉപയോഗിച്ചോ പോക്സോ വകുപ്പ് എടുത്തു വെച്ച് തട്ടിപ്പ് നടത്തരുത്. കാരണം അത് കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് 2012 പാസ്സാക്കി എടുക്കുകയും അതിനുശേഷം ഈ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അത് ഉറപ്പാക്കിയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണത് പാസ്സാക്കി കൊണ്ടുവരികയും അതിൻ്റെ വകുപ്പുകളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കർശനമാണ്. പിന്നെ ചില കേസുകൾ, ഈ പോക്സോ കേസുകൾ വ്യാജമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ കോടതി മുൻകൂർ ജാമ്യം കൊടുക്കും. ഇത് തട്ടിപ്പ് കേസാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിയിലിരിക്കുന്ന മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആദ്യമൊന്നും ചെയ്യില്ലായിരുന്നു, നേരെ എടുത്ത് ജയിലിലോട്ടങ്ങ് വിടുമായിരുന്നു. ഇപ്പോൾ ഇതിൽ വരുന്ന ഭൂരിഭാഗത്തിൽ നല്ലൊരു ശതമാനം ഇത് തട്ടിപ്പാണ്. ഈ ആളുകളോടുള്ള വ്യക്തി വൈരാഗ്യവും
ഭാര്യ ഭർത്താവിനെതിരെ എടുത്ത് ഉപയോഗിക്കുന്നതേ. അതെ അതെ. ഭാര്യ ഭർത്താവിനെതിരെ സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചു, പിതാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന കേസുകളുണ്ട്. അതുപോലെ ഇവിടെ വേറൊരു കേസുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തിടെ ഒരു കൊലപാതകം നടന്നു. പിന്നെ പ്രതിയും മരിച്ചു, പിന്നെ ഇരയും കൊല്ലപ്പെട്ടു. അതെവിടുന്നാണ് ഉണ്ടായതെന്നറിയാമോ? പിന്നെ ഈ സ്ത്രീയും അയാളും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ത്രീ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് അയാൾ ജയിലിൽ പോയി. അയാളെ ജയിലിൽ നിന്ന് അന്നേരത്തെ ദേഷ്യത്തിനാണ് ഈ പരിപാടി ചെയ്തു വെച്ചു കൊടുത്തത്. അയാളെ ജയിലിൽ നിന്ന് ഈ സ്ത്രീ തന്നെ പിന്നെ പാവം തോന്നി ഇറക്കി. പക്ഷെ മറ്റോൻ ഈ പകടപ്പുണ്ടായിരുന്നു, അവൻ ഈ സ്ത്രീയെ കൊന്നു കളഞ്ഞു. ഈ സ്ത്രീയെ കൊലപ്പെടുത്തി ഇവൻ ആത്മഹത്യ ചെയ്തു. ഈ അടുത്തിടയ്ക്കുണ്ടായൊരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇത്തരം കേസുകൾ, ഇത്തരം വകുപ്പുകളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പല ചെറുപ്പക്കാരെയും പിന്നെ ഈ പോക്സോ കേസിൽ പെടുന്ന ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും 18, 19, 20 വയസ്സിലുള്ളവരാണ് ഭൂരിഭാഗവും ഈ കേസുകളിൽ പോയി പെട്ടുകൊടുക്കുന്നത്. ഇവർക്ക് പിന്നെ ജീവിതമില്ല. ജീവിതം എന്ന് പറയുന്ന സാധനമില്ല. അവരുടെ ഭാവി എന്ന് പറയുന്നത് അതിനകത്ത് ഇരുട്ട് വീട് കഴിഞ്ഞു. അതാണ് പോക്സോയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ കേസുകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഇവിടെ വ്യാപകമായി ഇങ്ങനെ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ മറുവശത്ത് വ്യാജ കേസുകൾ ഇതിൽ വർദ്ധിക്കുന്നുണ്ട് എന്നൊരു ചിന്തയോട് കൂടി വേണം നമ്മളിതിനെ നോക്കിക്കാണാൻ. ഒരു പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാ വശവും നോക്കിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അത് ഒരു മനുഷ്യനെ നെറുകം തലയ്ക്ക് അടിക്കുന്ന പരിപാടിയാണത്.